ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചീര തോരനാണ്. അതിനു വേണ്ടി ചീര കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യും മുന്നേ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുക. ഇത് ചുമല ചീരയോ അല്ലെങ്കിൽ പച്ചയാണെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനു വേണ്ടി ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 തൊട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചക്കക്കുരു ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചക്കക്കുരു വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ചക്കക്കുരു ചേർത്തൊന്ന് ചെയ്ത് നോക്കണം. ചീരത്തോരൻ അടിപൊളിയായിട്ടിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചക്കക്കുരു കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. അതിന് വേണ്ടി ഒരു 2 അല്ലെങ്കിൽ 3 പിടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ എത്ര ചേർക്കണോ അത്രയും രുചിയാണ്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ, കടുക്, വറ്റൽമുളക്, അതിന് പിന്നെ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരുപാട് സവാള അങ്ങ് വഴണ്ട് വരണ്ട. അത് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. പിന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചീര, എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരു 5 മിനിറ്റ്, 5 തൊട്ട് 6 മിനിറ്റിനകത്ത് വെന്ത് കിട്ടും. എന്നുവെച്ചാൽ ചീര ഒരുപാട് നേരം ഇട്ട് വേവിക്കരുത്, അതിനകത്തുള്ള സത്തൊക്കെ പോവും. ഇതിലേക്ക് ആവശ്യമുള്ള മസാല: മുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഞാനിത് തേങ്ങ അരയ്ക്കാതെയാണ് ചേർക്കണേ. ഇപ്പം നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കണമെങ്കിൽ അല്ലാതെ തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് അരയ്ക്കുക. അതിൻ്റെ കൂടെ ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് അരയ്ക്കാം. ഇപ്പോൾ വേവിച്ചെടുത്ത് വെച്ച് ചക്കക്കുരു ഞാൻ തനിയായിട്ട് ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് ആ വെന്ത ചക്കക്കുരുവും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ എടുത്തു വെച്ച ആ 2 കൈപ്പിടി തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങ കുറവാണെങ്കിലോ കൂടുതലാണെങ്കിലോ നിങ്ങളുടെ രുചിക്കേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു ഇട്ടത് ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്